എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിളഞ്ഞിട്ട് പൂക്കുന്നതാണ്. ഇത് മുറിച്ച ഉടനെ തന്നെ അങ്ങനെ പൂക്കണം. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ നുറുക്കുമ്പോൾ എടുക്കുക. ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമുക്ക് പുഴുക്കിന് വേണ്ടി അരിഞ്ഞിടാൻ വേണ്ടി. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നമ്മൾ. അതിനു വേണ്ടി ചക്ക അങ്ങനെ വെട്ടിയിരിക്കുകയാണ്. അതെ, ഈ ചക്ക വെട്ടിയിരിക്കാനാണല്ലേ കുറച്ച് പ്രയാസമുള്ളത്. ഇത് നല്ല ഉറപ്പുള്ള ചക്കയാണ്. ചിലത് വെട്ടിയിരിക്കാൻ നമുക്ക് വേഗം കഴിയും. ഇതിൽ ചുള കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് പ്രയാസം കൂടുതൽ. നല്ല ചുളയുള്ള ചക്കകൾ വെട്ടിയിരിക്കാൻ കുറച്ച് എളുപ്പം കഴിയും. ചക്കക്കൂനി ഇത് നമ്മൾ കറി വയ്ക്കും. ചക്ക ചുള എടുക്കണമെങ്കിൽ ഇതിൻ്റെ കൂഞ്ഞിൻ്റെ ഭാഗം ചെത്തി ആദ്യം ഒഴിവാക്കണം. ഇതിൻ്റെ ഞങ്ങൾ ചക്കയുടെ ഇപ്പോൾ ചുള മാത്രം എടുത്താണ് പുഴുങ്ങുന്നത്. ചില ആൾക്കാർ ഇതിൻ്റെ ഈ മടലെടുക്കും. മടലെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ പച്ച ഭാഗം ചെത്തി ഒഴിവാക്കിയിട്ട് വേണം കത്തി കൊണ്ട് മെല്ലെ വെട്ടിയിട്ട് അരിഞ്ഞിടുകയാണ് ചെയ്യുക. അപ്പോൾ മടൽ കൂടി എടുത്തിട്ട് നമ്മളിപ്പം വെറും ചുള മാത്രം എടുത്തിട്ടാണ് ചക്കച്ചുള മാത്രം എടുത്തിട്ടാണ് പുഴുങ്ങുന്നത്. ഇതിപ്പോൾ ഇനി അടുത്ത ഘട്ടം തുടങ്ങിയില്ലേ ചക്ക പരിപാടിയുടെ. ചക്ക പുഴുക്കുണ്ടാക്കുന്നതിൽ ഏറ്റവും സമയം എടുക്കുന്ന പണി ഈ വെട്ടിയിരുന്ന് ഇങ്ങനെ അരിഞ്ഞിടണം. ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന പണി ഇതാണ്. ചക്കകൾ പലതരം ചക്കകളുണ്ട്. ചില ചക്കകൾ പുഴുങ്ങിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതിൽ വെള്ളം കൂടുതലായിരിക്കും. ഈ വെള്ളം കുറഞ്ഞ നല്ല ഉറപ്പുള്ള ചക്കകൾ പുഴുങ്ങിയാലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. ഇത് നല്ല ചക്കയല്ലേ പുഴുങ്ങി കഴിഞ്ഞാൽ? ഇത് നല്ല ചക്കയാണ്. ഇതിൽ നല്ല കട്ടിയുള്ള ചുള, നല്ല ഉറപ്പുള്ള ചക്ക. ഭയങ്കര കാറ്റും മഴയും. നല്ല കാറ്റായിരിക്കും. നല്ല കാറ്റ്. ഇവിടെ നല്ല മഴ ഇതുകൊണ്ടൊക്കെയാണ്. പഴുത്ത മാങ്ങ എല്ലാം ഇപ്പം വീഴും മാവിൻ്റെ മുകളിൽ. അത്രയും നല്ല കാറ്റായിരുന്നു. ഇപ്പോൾ മാങ്ങകളൊക്കെ ഇപ്പം ഇതിലെല്ലാം വീണ് കഴിഞ്ഞിട്ടുണ്ടാവും. കുറച്ച് കുരുവും ചേർത്തിട്ടുണ്ട് ചക്കേൻ്റെ അകത്ത്. ഈ കുരുവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പുഴുങ്ങുന്നത്. ഇനി ചക്കയ്ക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇടുകയാണ്, കുറച്ച് മുളക് പൊടി ഇടുക, ആവശ്യമായ ഉപ്പ് ചേർക്കുക ചക്കയ്ക്ക്. ഇനി ആവശ്യമായ വെള്ളം ഒഴിക്കുക. കുക്കറിലാവുന്നത് കൊണ്ട് അധികം വെള്ളം വേണ്ട. ഇനി ചക്കയ്ക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കണം. നമ്മൾ അരപ്പ് തയ്യാറാക്കിയിട്ട് ഇതാണ് ചതച്ചെടുത്തതാണ്. തേങ്ങ, ഉള്ളി, പച്ചമുളക്, ജീരകം എല്ലാം കൂടി. കുക്കർ തുറന്ന് നോക്കണം. ചക്ക വെന്തിട്ടുണ്ട് നല്ലോണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ തേങ്ങയുടെ ഒതുക്കി വെച്ച തേങ്ങ, പച്ചമുളകല്ലോ എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചക്കപ്പുഴുക്ക് റെഡിയായി. ഉടച്ച് ചേർക്കട്ടെ. അങ്ങനെ ചക്കൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇനി ചക്കയ്ക്ക് ഒരു ചമ്മന്തി അരയ്ക്കാനാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ, ചെറിയുള്ളി, പച്ചമാങ്ങ, കറിവേപ്പില, ഉപ്പ്, കാന്താരി മുളക് ഇതെല്ലാം കൂടി മിക്സിയിൽ ഒരു ചമ്മന്തി അരച്ച് കൊണ്ടുവരാൻ പോവുകയാണ് ഞാൻ. അങ്ങനെ ചമ്മന്തി റെഡിയായി. ഇതാണ് നമ്മൾ അരച്ച ചമ്മന്തി. ഇതാണ് ചക്കപ്പുഴുക്കും നമ്മളുണ്ടാക്കിയ ചമ്മന്തിയും. പിന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ.